പ്രിയമുള്ളവരെ, വചനജ്വാല 1637 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ഫെബ്രുവരി 23 തിങ്കളാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. 50 നോമ്പ് 8 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചന വായനയിൽ ജെറമിയായുടെ പുസ്തകം 16 അധ്യായം 1 മുതൽ 21 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ജെറമിയ ഏകാഗി. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഈ സ്ഥലത്ത് വെച്ച് നീ വിവാഹം കഴിക്കുകയോ നിനക്ക് മക്കളുണ്ടാവുകയോ അരുത്. ഈ സ്ഥലത്ത് ജനിക്കുന്ന പുത്രീപുത്രന്മാരെ പറ്റിയും അവരുടെ മാതാപിതാക്കളെ പറ്റിയും കർത്താവ് അരുളി ചെയ്യുന്നു. മാരക രോഗത്താൽ അവർ മരിക്കും. അവരെ ഓർത്ത് ദുഃഖിക്കാനോ അവരെ സംസ്കരിക്കാനോ ആരുമുണ്ടായിരിക്കുകയില്ല. നിലത്ത് വിതറിയ വളമെന്ന പോലെ അവർ കിടക്കും. അവർ വാളിനും പട്ടിണിക്കും ഇരയാകും. അവരുടെ മൃതദേഹങ്ങൾ ആകാശത്തിലെ പക്ഷികളും ഭൂമിയിലെ മൃഗങ്ങളും ഭക്ഷിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, നീ വിലാപഗ്രഹത്തിൽ പോവുകയോ വിലപിക്കുകയോ അവരോട് സഹതപിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ എന്റെ സമാധാനം ഈ ജനത്തിൽ നിന്ന് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. എന്റെ സ്നേഹവും കരുണയും അവർക്കുണ്ടായിരിക്കുകയില്ല. വലിയവരും ചെറിയവരും ഒന്നുപോലെ ഈ ദേശത്തെ മരിച്ചു വീഴും. ആരും അവരെ സംസ്കരിക്കുകയില്ല. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല. മുറിവേൽപ്പിച്ചും തലമുണ്ടനം ചെയ്തും ദുഃഖമാചരിക്കുകയുമില്ല. മരിച്ചവരെ കുറിച്ച് വിലപിക്കുന്നവന് ആശ്വാസമേകാൻ ആരും അപ്പം മുറിച്ചു കൊടുക്കുകയില്ല. മാതാവിന്റെയോ പിതാവിന്റെയോ വേർപാടിൽ ദുഃഖിക്കുന്നവനെ ആരും ആശ്വാസത്തിന്റെ പാനപാത്രം നൽകുകയില്ല. വിരുന്ന് നടക്കുന്ന വീടുകളിൽ പോവുകയോ അവരോട് ചേർന്ന് തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ജീവിതകാലത്ത് നിങ്ങളുടെ കൺമുൻപിൽ വെച്ച് തന്നെ ഈ ദേശത്ത് നിന്ന് ഉല്ലാസത്തിന്റെയും ആഹ്ലാദത്തിന്റെയും ആരവവും മണവാളന്റെയും മണവാട്ടിയുടെയും സ്വരവും ഞാൻ ഇല്ലാതാക്കും. ജനത്തോട് നീ ഇത് പറയുമ്പോൾ അവർ ചോദിക്കും, എന്തിനാണ് കർത്താവ് ഞങ്ങൾക്കെതിരായി ഇത്ര വലിയ ദുരിതങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്? എന്താണ് ഞങ്ങൾ ചെയ്ത തെറ്റ്? ഞങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി എന്ത് പാപമാണ് ഞങ്ങൾ ചെയ്തത്? അപ്പോൾ നീ അവരോട് പറയണം, കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ ഉപേക്ഷിച്ചു. അവർ അന്യദേവന്മാരെ സ്വീകരിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തു. അവർ എന്നെ പരിത്യജിച്ചു, എന്റെ നിയമം പാലിച്ചില്ല. നിങ്ങളുടെ പ്രവൃത്തികൾ നിങ്ങളുടെ പിതാക്കന്മാരുടേക്കാൾ ചീർത്തയാണ്. നിങ്ങൾ തന്താങ്ങളുടെ കഠിന ഹൃദയത്തിന്റെ ദുഷ്ടമായ ഇംഗിതങ്ങളെ പിൻചെല്ലുന്നു. എന്നെ അനുസരിക്കാൻ നിങ്ങൾക്ക് മനസ്സില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഈ ദേശത്തു നിന്ന് നിങ്ങളോ നിങ്ങളുടെ പിതാക്കന്മാരോ കേട്ടിട്ടില്ലാത്തൊരു ദേശത്തേക്ക് വലിച്ചെറിയും. അവിടെ നിങ്ങൾ അന്യദേവന്മാരെ രാവും പകലും സേവിക്കും. ഞാൻ നിങ്ങളോട് കൃപ കാണിക്കുകയില്ല. ഈജിപ്തിൽ നിന്ന് ഇസ്രായേൽ ജനതയെ കൂട്ടിക്കൊണ്ടുവന്ന കർത്താവാണേ എന്ന് പറഞ്ഞ് ആരും ശപഥം ചെയ്യാത്ത ദിനങ്ങൾ ഇതാ വരുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, തങ്ങളെ തുരത്തിയോടിച്ച ഉത്തരദേശത്ത് നിന്നും ഇതര രാജ്യങ്ങളിൽ നിന്നും ഇസ്രായേൽ ജനത്തെ തിരിച്ചു കൊണ്ടുവന്ന കർത്താവാണേ എന്ന് പറഞ്ഞായിരിക്കും അവർ സത്യം ചെയ്യുക. എന്തെന്നാൽ അവരുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത അവരുടെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ അവരെ തിരിച്ചു കൊണ്ടുവരും. ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും. അവർ അവരെ പിടിച്ചുകൂടും.
ഞാൻ അനേകം മീൻപിടുത്തക്കാരെ വരുത്തും, അവർ അവരെ പിടികൂടും. കർത്താവ് അരുളി ചെയ്യുന്നു. പിന്നീട് ഞാൻ അനേകം നായാട്ടുകാരെ വരുത്തും, അവർ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്നും പാറയിടുക്കുകളിൽ നിന്നും അവരെ വേട്ടയാടി പിടിക്കും. അവരുടെ പ്രവൃത്തികൾ ഞാൻ കാണുന്നുണ്ട്, അവ എനിക്ക് അജ്ഞാതമല്ല. അവരുടെ അകൃത്യങ്ങൾ എൻ്റെ കണ്ണുകൾക്ക് ഗോപ്യവുമല്ല. അവർ നിർജീവ വിഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ദേശം ദുഷിപ്പിച്ചു. നിങ്ങളുടെ മെച്ച വസ്തുക്കൾ കൊണ്ട് എൻ്റെ അവകാശഭൂമി നിറച്ചു. അതിനാൽ അവരുടെ അകൃത്യത്തിനും പാപത്തിനും ഞാൻ ഇരട്ടി പ്രതികാരം ചെയ്യും. എൻ്റെ ബലയും കോട്ടയുമായ കർത്താവേ, കഷ്ടദിനത്തിൽ എൻ്റെ സങ്കേതമേ, ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ജനതകൾ അവിടുത്തെ അടുക്കൽ വന്ന് പറയും, ഞങ്ങളുടെ പിതാക്കന്മാർ വ്യാജമല്ലാതെ മറ്റൊന്നും അവകാശപ്പെടുത്തിയിട്ടില്ല. ഉപയോഗശൂന്യമായ വിലകെട്ട വസ്തുക്കൾ മാത്രം. തനിക്ക് വേണ്ടി ദേവന്മാരെ ഉണ്ടാക്കാൻ മനുഷ്യന് സാധിക്കുമോ? അവ ദേവന്മാരല്ല. അതുകൊണ്ട് ഞാൻ അവരെ പഠിപ്പിക്കും, എൻ്റെ ശക്തിയും ബലവും ഞാൻ അവരെ ബോധ്യപ്പെടുത്തും. അപ്പോൾ കർത്താവെന്നാണ് എൻ്റെ നാമമെന്ന് അവർ അറിയും. ദൈവത്തിൻ്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് രക്തസാക്ഷിയും വേദപാരംഗതനുമായ വിശുദ്ധ പോളികാർപ്പിനെ അനുസ്മരിക്കുന്ന പൊൻസുദിനം. ആധുനിക ടർക്കിയിൽ ഉൾപ്പെട്ട സ്മിർനായിലെ മെത്രാനായിരുന്നു പോളികാർപ്പ്. അദ്ദേഹം യോഹന്നാന്റെ ശിഷ്യനായിരുന്നത് കൊണ്ട് ശ്ലീഹായിൽ നിന്ന് കേട്ടിട്ടുള്ള കാര്യങ്ങൾ തൻ്റെ ജനങ്ങളെ പറഞ്ഞു കൽപ്പിച്ചിരുന്നു. പോളികാർപ്പിനെ മെത്രാനായി വാഴിച്ചത് യോഹന്നാൻ ശ്ലീഹായാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ സ്മിർനായിലെ മാലാഖ എന്ന് അഭിദാനം ചെയ്തിട്ടുള്ളത് പോളികാർപ്പിനെയാണ്. അദ്ദേഹത്തിന് ശ്ലീഹ എഴുതിയിരിക്കുന്നു, നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും എനിക്കറിയാം, എങ്കിലും നീ സമ്പന്നനത്രേ. നീ സഹിക്കാനിരിക്കുന്നവയെ ഭയപ്പെടേണ്ട, മരണം വരെ വിശ്വസ്തനായിരിക്കുക. ജീവന്റെ കിരീടം ഞാൻ നിനക്ക് നൽകും. വെളിപാടിന്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 9 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ് നാം ശ്രവിച്ചത്. 80 വയസ്സുള്ളപ്പോൾ അനെസത്തൂസ് മാർപ്പാപ്പയെ സന്ദർശിച്ചു. ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നാലോചിക്കുകയുണ്ടായി. മാർക്കസ് ഒവറോലിയോസ് ചക്രവർത്തിയുടെ കാലത്ത് പോളികാർപ്പിനെ ആദ്യം വധിക്കണമെന്ന് വിജാതീയർ മുറവിളി കൂട്ടി. ദൈവഹിതം നിറവേറട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വന്ധ്യനായ മെത്രാനെ വധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് മടി തോന്നി. പോളികാർപ്പിനോട് യേശുവിനെ ദുഷിച്ചു പറയാൻ പ്രോകോൺസൂൾ ആജ്ഞാപിച്ചു. അദ്ദേഹം പ്രത്യുത്തരിച്ചു, 86 വർഷം ഞാൻ യേശുക്രിസ്തുവിനെ സേവിച്ചു, അവിടുന്ന് എനിക്കൊരു ദ്രോഹവും ചെയ്തിട്ടില്ല. തന്നെയുമല്ല, ഒരുപാട് നന്മകൾ എനിക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്തിനെ അവരെ ദൂഷണം പറയും? എൻ്റെ സൃഷ്ടാവിനെ എങ്ങനെ ദൂഷണം പറയാനാണ്? അവിടുന്ന് ആണ് എൻ്റെ ന്യായാധിപൻ. ഇത് കേട്ട് ക്രുദ്ധനായ പ്രോകോൺസൂൾ പോളികാർപ്പിനെ ജീവനോടെ ദഹിപ്പിക്കാൻ ആജ്ഞാപിച്ചു. കരങ്ങൾ ബന്ധിച്ച് അദ്ദേഹത്തെ അഗ്നിയിൽ നിർത്തിയപ്പോൾ അദ്ദേഹം പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ പീഡാനുഭവത്തിൽ എന്നെ ഓഹരിയാക്കിയതിന് ഞാൻ അങ്ങയോട് നന്ദി പറയുന്നു. അങ്ങയുടെ സ്തുതിക്കായി എന്നെ തന്നെ ബലിയർപ്പിക്കുന്നതിനും സ്വർഗത്തിൽ അനവരതം അങ്ങയെ സ്തുതിക്കുന്നതിനും എന്നെ യോഗ്യനാക്കണമേ. അനന്തരം വിറകിന് തീ കൊടുത്തു, എന്നാൽ അഗ്നി അദ്ദേഹത്തെ സ്പർശിച്ചില്ല. ചിതയിൽ നിന്ന് സുഗന്ധം വീശി. അപ്പോൾ കുന്തം കൊണ്ട് കുത്തിയാണ്
വിജാതീയർ അദ്ദേഹത്തെ കൊന്നത്. പ്രിയമുള്ളവരെ, ധീരരക്തസാക്ഷിയായ സഭാപിതാവായ വിശുദ്ധ പോളികാർപ്പിന്റെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.